നമ്മൾ ഇന്ന് നിൽക്കുന്നത് കായൽക്കരയിലാണെങ്കിലും കാഴ്ചകൾ കായലിൻ്റേതല്ല. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കേരളത്തിലെ സുന്ദരിയായ ഒരു മത്സ്യകന്യകയെയാണ്. ആലപ്പുഴ ജില്ലയിലാണ് കായംകുളം കായലുള്ളത്. ഈ കായംകുളം കായലിനെ നമുക്കറിയാം, അഴീക്കൽ ബീച്ചിൽ നമ്മൾ പോയപ്പോൾ കണ്ടതാണ്. ആ കായലിൻ്റെ കിഴക്കേ അതിരിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് മത്സ്യകന്യക കായലിൽ നിന്ന് നീന്തിക്കയറി കാറ്റും വെയിലും ഒക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഇടമുള്ളത്. അതിമനോഹരമായ ഒരു ശില്പമാണ് കായംകുളം കായൽ പാർക്കിലെ ഈ മത്സ്യകന്യക. പക്ഷേ ആ ശില്പത്തെ അതർഹിക്കുന്ന രീതിയിൽ പരിപാലിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വരും. എന്തായാലും 2025 ഏപ്രിൽ നവീകരണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചിട്ടുണ്ട്. നമുക്കതിനെ പ്രതീക്ഷയോടെ തന്നെ കാണാം. കായംകുളം KSRTC ബസ് സ്റ്റാൻഡിനോട് അടുത്ത് തന്നെയാണ് ഈ കായംകുളം കായൽ പാർക്ക് ഉള്ളത്. KSRTC സ്റ്റാൻഡിൻ്റെ ഒരു വശത്തുകൂടി ദേശീയപാത കടന്നു പോകുന്നു. ആ കാണുന്ന പടികൾ കയറി ചെല്ലുന്നത് നേരെ പാതയിലേക്കാണ്. പാത മുറിച്ച് കടന്ന് താഴേക്കിറങ്ങി ഒരു 5 മിനിറ്റ് നടന്നാൽ നമ്മൾ കായൽ പാർക്കിലെത്തും. ഒരിക്കൽ ഇത് വളരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പാർക്കാണ്. നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, അതിൻ്റെ ചില അവശേഷിപ്പുകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പൂർണ്ണമായും കോൺക്രീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ശില്പമാണിത്. ഈ ശില്പത്തിൻ്റെ സ്രഷ്ടാവ് ജോൺസ് കൊല്ലകടവ് എന്ന ശില്പിയാണ്. 26 അടി ഉയരവും 34 അടി നീളവുമുള്ള ഒരു ബൃഹത് ശില്പം തന്നെയാണിത്. ഈ കായൽ പാർക്ക് മറ്റൊരു കാര്യത്തിലും പ്രശസ്തമാണ്, വളരെ പ്രശസ്തമാണ്. കായംകുളം ബോട്ട് റേസ്, മത്സര വള്ളംകളി നടക്കുന്നത് ഇവിടെയാണ്. ധാരാളം ചുണ്ടൻ വള്ളങ്ങളും ചെറുവള്ളങ്ങളും ഒക്കെ വന്ന് വലിയൊരു ആഘോഷം തന്നെ ഇവിടെ ഉണ്ടാകും. ജനസാഗരമായിരിക്കും ആ സമയത്ത് ഈ പാർക്കിലേക്ക് എത്തിച്ചേരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു പവലിയനുമൊക്കെ ഈ കായലിന് നടുക്ക് കെട്ടിയിരിക്കുന്നത് നമുക്ക് കാണാം. കായൽ തീരത്തോട് ചേർന്ന് കാഴ്ചകൾ കണ്ടും കാറ്റേറ്റുമൊക്കെ നടക്കുവാൻ നല്ല നീളത്തിൽ തന്നെയുള്ള നടപ്പാതകളും ഇവിടെ ലഭ്യമാണ് എന്നുള്ളത് ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം പാർക്കിംഗ് സൗകര്യവും ഈ പാർക്കിനുണ്ട്. അത്യാവശ്യം ഭൂവിസ്തൃതിയുള്ള ഒരു പാർക്ക് കൂടിയാണിത്. ചെറിയ ചെറിയ മരങ്ങൾ, കുഞ്ഞു മരങ്ങൾ ഈ ശില്പത്തിനൊന്നും ഉപദ്രവമാകാത്ത തരത്തിൽ, അതിൻ്റെ സൗന്ദര്യത്തെ ബാധിക്കാത്ത തരത്തിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ മാത്രമേ ഒരു ഉച്ച സമയത്തൊക്കെ നമുക്ക് ഇവിടെ എത്താൻ കഴിയുകയുള്ളൂ. കാരണം നല്ല വെയിലായിരിക്കുമല്ലോ. വെയിലിൻ്റെ ചൂട് അറബിക്കടലിൽ നിന്ന് വരുന്ന കാറ്റ് കായംകുളം കായലിലൂടെ ഇങ്ങേ അറ്റത്തേക്ക് ഈ കായംകുളം പട്ടണത്തിലേക്ക് എത്തുന്നത് കൊണ്ട് ചൂടൊന്നും നമുക്ക് അത്ര അനുഭവപ്പെടില്ല. എന്നാൽ പോലും ഇത് വൈകുന്നേരങ്ങളിലാണെങ്കിൽ സൂര്യാസ്തമയം കാണാം. ആ ഒരു പ്രയോജനവും വൈകുന്നേരങ്ങളിലാണെങ്കിൽ നമുക്ക് ലഭിക്കും. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ ഇവിടം ഒരു മനോഹരമായ ഇടം ആയി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ പനങ്കുല പോലെയുള്ള മുടിയൊക്കെ വിടർത്തിയിട്ടിരിക്കുന്ന ഈ മത്സ്യകന്യക അവളുടെ ശൽക്കങ്ങളുടെ ചെതുമ്പലിൻ്റെ ആ വെള്ളി വെളുപ്പ് വീണ്ടെടുക്കുക തന്നെ ചെയ്യും. ഈ അഴുക്കൊക്കെ ഒഴുകിപ്പോയി ആ വെണ്മയിലേക്ക് സായാഹ്ന സൂര്യൻ്റെ ചെങ്കിരണം കൂടി ഏൽക്കുമ്പോൾ ഉണ്ടാകുന്ന അവളുടെ സൗന്ദര്യത്തെക്കുറിച്ചൊന്ന് ഓർത്തു നോക്കൂ. ഇന്നത്തേക്ക് നമുക്ക് കായംകുളം പാർക്കിനോടും മത്സ്യകന്യകയോടും വിട പറയാം. അവർ രണ്ടുപേരും അവരുടെ സൗന്ദര്യം വീണ്ടെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും വരാം. ജീവിതത്തിൽ അവസാനമില്ലാത്തവയിൽ ഒന്നാണ് യാത്രകൾ. അത് ചിലപ്പോൾ ഒരു ചുവടാകാം, അല്ലെങ്കിൽ അതിനും അപ്പുറവുമാകാം. നിലയ്ക്കാത്ത യാത്രകൾക്കും കാഴ്ചകൾക്കുമായി എല്ലാ കൂട്ടുകാർക്കും വൈറ്റ് പേപ്പറിലേക്ക് സ്വാഗതം.